മാർച്ച് 13 വ്യാഴാഴ്ച. മത്തായി 7 മുതൽ 12 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമുക്ക് ഉറപ്പ് നൽകുന്നത് ദൈവം സ്നേഹവാനും വിശ്വസ്തനുമായ ഒരു പിതാവ് എന്നാണ്. സ്നേഹനിധിയായ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ നൽകില്ല. ഭൂമിയിലെ മാതാപിതാക്കന്മാർക്ക് അവർക്ക് അപൂർണതകൾ ഉണ്ടായിരുന്നിട്ടും നല്ല ദാനങ്ങൾ മക്കൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ നമ്മുടെ പൂർണ്ണനും എല്ലാം അറിയുന്നവനുമായ ദൈവം എത്രയധികം നന്മ ചെയ്യും. നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, അവൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് അവൻ അവ നൽകുന്നു. ചിലപ്പോൾ ദൈവത്തിൻ്റെ ഉത്തരം നമ്മുടെ പ്രതീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, പക്ഷേ അത് എല്ലായ്പ്പോഴും നമ്മുടെ നന്മയ്ക്കായിരിക്കും. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്ന യേശുവിൻ്റെ പഠിപ്പിക്കൽ ദൈവത്തെ ധൈര്യത്തോടെയും സ്ഥിരതയോടെയും സമീപിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ചോദിക്കുന്നത് ലളിതമായ പ്രാർത്ഥനയെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. അത് താഴ്മയെ പ്രതിഫലിപ്പിക്കുന്നു. നാം അവനിൽ ആശ്രയിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നു. അന്വേഷിക്കുന്നതാകട്ടെ ചോദിക്കുന്നതിനപ്പുറം പോകുന്നു. നമ്മുടെ അഭ്യർത്ഥനകളെക്കാൾ സജീവമായ പിന്തുടരൽ ദൈവഹിതം നിർവഹിക്കുവാൻ ആവശ്യമാണ്. മുട്ടുന്നത് സ്ഥിരോത്സാഹത്തെ സൂചിപ്പിക്കുന്നു. ഉത്തരങ്ങൾ ഉടനടി ലഭിക്കാത്തപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഉപേക്ഷിക്കാത്തവർക്കുള്ളതാണത്. ദൈവം തൻ്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും പിന്തിരിപ്പിക്കുന്നില്ല. നമ്മുടെ സ്ഥിരോത്സാഹത്തിൽ അവൻ സന്തോഷിക്കുന്നു. കാരണം അത് നമ്മുടെ വിശ്വാസം പ്രകടമാക്കുകയാണ്. സ്നേഹവാനായ ഒരു പിതാവ് തൻ്റെ കുട്ടിയുടെ അപേക്ഷകൾ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നമ്മുടെ അപേക്ഷകൾ ശ്രദ്ധിക്കുന്നു. പല ബൈബിൾ വ്യക്തികളും ഈ സ്ഥിരോത്സാഹപരമായ വിശ്വാസം പ്രകടമാക്കി. ഹന്ന വർഷങ്ങളോളം ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് ശമൂവേലിനെ നൽകി അനുഗ്രഹിച്ചു. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അന്ധനായ ബാർട്ടിമേയുസ് യേശുവിനെ വിളിക്കുന്നത് നിർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ആ നിരന്തര അഭ്യർത്ഥന അയാളുടെ രോഗശാന്തിയിലേക്ക് നയിച്ചു. യേശു തുടക്കത്തിൽ തൻ്റെ അപേക്ഷ നിരസിച്ചെന്ന് കണ്ട് കനാന്യ സ്ത്രീ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. അവളുടെ വലിയ വിശ്വാസം അവളുടെ മകളുടെ രോഗശാന്തിയിൽ കലാശിച്ചു. വിശ്വാസത്തിലുള്ള സ്ഥിരോത്സാഹം ദൈവത്തിൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുവെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാലതാമസം ഉണ്ടാകാം, എന്നാൽ അത് നിഷേധങ്ങൾ എന്നല്ല. ദൈവത്തിൻ്റെ നിശബ്ദത പലപ്പോഴും അവനിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവൻ്റെ നന്മയിൽ ആശ്രയിക്കാം, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ സ്വർഗസ്വനായ പിതാവ് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് നൽകുമെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് അവൻ്റെ സ്നേഹം പങ്കുവയ്ക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.